നമസ്കാരം. ഹിന്ദുമതം ഒരു മതമാണോ സംസ്കാരമാണോ എന്നതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത്. അപ്പോൾ ഹിന്ദുമതം മതമല്ല സംസ്കാരമാണ് എന്ന് പറയുന്നവരോട് മതമെന്താണ് സംസ്കാരം എന്താണ് എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നും പറയും. അപ്പോൾ അവർ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു ധാരണയുടെ പുറത്തങ്ങ് തള്ളുന്നതാണ് ഈ സംസ്കാരം എന്തെന്ന്. അപ്പോൾ നമുക്കൊരു താരതമ്യ പഠനം നടത്തി നോക്കാം. എന്താണ് മതം, എന്താണ് സംസ്കാരം? അപ്പോൾ ഹിന്ദുമതത്തിൽ ഒരുപാട് ദേവന്മാരുണ്ട്. അപ്പം മതമെന്ന് പറഞ്ഞാൽ ആശയം എന്നാണ് അർത്ഥം. അപ്പോൾ ഹിന്ദുമതത്തിലെ ഓരോ ദേവന്മാരും ഓരോ ആശയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ലക്ഷ്മി ദേവി, ഐശ്വര്യം, സമ്പത്ത്, അല്ലെങ്കിൽ ശിവൻ, ശ്രീകൃഷ്ണൻ, രാമൻ, അങ്ങനെ ഓരോന്നിനും ഓരോ ആശയങ്ങളുടെ പ്രാതിനിധ്യം പോലെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയുണ്ട്, രാഷ്ട്രപതിയുണ്ട്, അവരുടെ കീഴെ ഒരുപാട് മിനിസ്റ്റർമാരുണ്ട്. അതിപ്പോൾ എല്ലാ മന്ത്രിസഭയിലും അങ്ങനെ തന്നെയാണ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈശ്വരനുമായിട്ടുള്ളൊരു താതാമ്യം പ്രാപിച്ച് തന്നെയാണ് നമ്മുടെ രീതിയിലെ ഭരണ സമ്പ്രദായങ്ങൾ നടക്കുന്നത്. കോടതി പോലും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ ഓരോ ആശയങ്ങളെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാം തന്നെയായിരുന്നു ബഹുദൈവ ആരാധന സമ്പ്രദായം തന്നെയാണ് ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ദൈവന്മാരും ഓരോ ആശയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നതും എന്ന് നമുക്ക് എല്ലാ സംസ്കാരങ്ങളും പഠിച്ചാൽ തന്നെയും മനസ്സിലാക്കാവുന്നതാണ്. ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഉണ്ട്. മനുഷ്യൻ്റെ രൂപത്തിൽ മാത്രമല്ല സംസ്കാരത്തിലും പരിണാമമുണ്ട്. അപ്പോൾ ഒരു മതത്തിൽ നിന്നാണ് അടുത്ത മതം രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബഹുദൈവ ആരാധന സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ തന്നെ ഏകാരാധന സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ ദൈവന്മാരും ഓരോ ആശയങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ വിശ്വകർമ്മ ചൈതന്യം എന്ന് പറയുന്നത് ദൈവത്തെ ശാസ്ത്രീയമായി അറിയാനും ഐശ്വര്യം നേടാനും സാധിക്കുമെന്നാണ്. അപ്പോൾ ദൈവത്തെ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ BC 6th സെഞ്ച്വറി വന്നപ്പോഴത്തേക്ക് വർണ്ണം, വർഗം, ജാതി ഇവയ്ക്ക് അപ്പുറത്തേക്ക് ഈ മതം ലോക ജനതയെ ഒന്നിപ്പിക്കുക, ലോകത്തെ ഒന്നായി കാണുക, വസുദൈവ കുടുംബകം എന്ന് പറയുന്ന നമ്മുടെ ഇതിഹാസങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ വേദങ്ങളിൽ കാണുന്ന ഈ ധർമ്മത്തെ അല്ലെങ്കിൽ ഈ ആശയത്തെ ഒന്നായി കാണുന്നതിന് വേണ്ടിയിട്ട് അപര്യാപ്തമായി വന്നപ്പോൾ വെർഷൻ ഇറക്കുകയാണ്. അത് ആദ്യത്തെ അലോട്ട്മെൻറ്റ് ഭാരതത്തിലായിരുന്നു. ജൈനമതമായിരുന്നു, ബുദ്ധമതമായിരുന്നു. അപ്പം നിലവിലുള്ള മതങ്ങളിൽ നിന്നുള്ളൊരു പരിഷ്കാരമാണ്. അപ്പോഴാണ് വിശ്വകർമ്മ ചൈതന്യം പറയുന്നത് ഒരു മതത്തിൽ നിന്നാണ് അടുത്ത മതം ആവിർഭവിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയത അതാണ്. അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോൾ കാളവണ്ടി കണ്ടുപിടിച്ചു. കാളവണ്ടിയിലെ എഞ്ചിൻ എന്ന് പറയുന്ന മൃഗങ്ങളാണ്. അതിനകത്ത് നിന്ന് എഞ്ചിനുള്ള വാഹനങ്ങൾ വരുന്നു. അങ്ങനെ വിവിധ വാഹനങ്ങൾ ഒന്നിൽ നിന്ന് അടുത്തടുത്തേക്ക് ഫോർമേഷൻ ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഈ മതത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന് അടുത്ത മതങ്ങൾ രൂപാന്തരം പ്രാപിച്ചു വരികയാണ്. പിന്നീട് അത് ക്രിസ്തു മതമായി, പിന്നീട് അത് ഇസ്ലാം മതമായി, പിന്നെ അവരുടേതായിട്ടുള്ള പരസ്യ തന്ത്രങ്ങളുമുണ്ട്. ഇതിലേക്ക് വരിക. അപ്പോൾ എന്തുകൊണ്ട് ജൈനമതം മാത്രം കൊടുത്തില്ല, ബുദ്ധമതം മാത്രം കൊടുത്തില്ല, പിന്നെ ഈ ക്രിസ്തുമതം മാത്രം കൊടുത്തില്ല, ഇസ്ലാം മതം മാത്രം കൊടുത്തില്ല, വ്യത്യസ്തമായ മതങ്ങൾ? അപ്പോൾ വ്യത്യസ്തമായ മതങ്ങൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളെ പോലുള്ള അവരുടെ ആശയങ്ങളിലൂടെ ആശയപരമായിട്ടുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള മത്സരത്തിലൂടെ ലോകത്തെ ഒന്നിപ്പിക്കുകയും ഐശ്വര്യത്തിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ വിശ്വകർമ്മ ചൈതന്യത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതത്തിൽ നിന്നാണ് അടുത്ത മതം ഉത്ഭവിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്, ഇതിൻ്റെ സത്യം അതാണ്. ദൈവം എന്ന സങ്കല്പവും അതിൽ കൂടി തന്നെയാണ് വരുന്നത്. കാര്യം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ നമുക്ക് അനുകൂലമായി നിൽക്കുകയില്ല. കാര്യം അത് അങ്ങനെ ഒരു ക്രമമാണ്. ആ ക്രമത്തെയാണ് ശാസ്ത്രീയമായി നമ്മൾ ദൈവമെന്ന് പറയുന്നത്. ഈ ദൈവത്തെ പല രൂപങ്ങളിലാണ് വരുന്നത്. മനുഷ്യർക്ക് കാണുന്ന രീതിയിൽ മനുഷ്യൻ്റെ അവതാരങ്ങളായി അല്ലെങ്കിൽ മനുഷ്യരൂപങ്ങളായി നമ്മുടെ ആയിട്ടുള്ള സിദ്ധാന്തങ്ങൾ, നമ്മുടെ ആയിട്ടുള്ള പ്രവചനങ്ങൾ, നമ്മുടെ ആയിട്ടുള്ള ഐഡിയകൾ, നമ്മുടെ ആയിട്ടുള്ള ആശയങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മളെ സ്വയം പര്യാപ്തമാകുന്നവർ നമ്മളെ കൂടെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ അവർ മാറിപ്പോകുന്നു അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് കരുതി നമുക്ക് രക്ഷകർത്താക്കളില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അതുപോലെ തന്നെ നമുക്ക് ഇത്തരം ലളിതമായ കാര്യങ്ങളിലൂടെ ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. വിശ്വചൈതന്യത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.